ചായ വിറ്റ് ജീവിതത്തിന് നിറം പകരുകയാണ് ചേർത്തല സ്വദേശിയായ അമല മാത്യു എന്ന ഡാറ്റ അനലിസ്റ്റ് വിദ്യാർത്ഥിനി. വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കാതെ പഠനച്ചിലവ് സ്വന്തമായി കണ്ടെത്തണമെന്ന നിശ്ചയദാർഢ്യവും 18-ാം വയസ്സ് മുതൽ ചായക്കടകളിൽ ജോലി ചെയ്ത പരിചയവുമാണ് അമലയുടെ കൈമുതൽ. അമലയെ കാണാം. ദേശീയപാതയ്ക്കരികിൽ ചേർത്തല പോലീസ് സ്റ്റേഷനടുത്താണ് അമലയുടെ തേയില എന്ന കുഞ്ഞു ചായക്കട. ഇതുവരെയുള്ള സമ്പാദ്യവും സ്വർണം പണയം വെച്ച 1 ലക്ഷം രൂപയും ചേർത്താണ് 2 മാസം മുമ്പ് അമല തേയില ആരംഭിച്ചത്. 3 വർഷമായി പഠനത്തോടൊപ്പം പാർട്ട് ടൈമായി ഹോട്ടൽ മേഖലയിൽ ജോലി ചെയ്യുന്നുണ്ട് അമല. അങ്ങനെയാണ് സ്വന്തമായി ചായക്കട എന്ന ആശയം മനസ്സിലുദിച്ചത്. 2 റെസ്റ്റോറൻറ്റിലും ഒരു ചായവാല എന്ന് പറഞ്ഞിട്ട് ഒരു ടീ കാട്ട് അങ്ങനെ വർക്ക് ചെയ്തായിരുന്നു. അപ്പോൾ ഒരു 3 വർഷത്തിനടുത്തായി. അപ്പോൾ എനിക്ക് ഇപ്പോൾ ലാസ്റ്റ് ഞാനിപ്പോൾ വർക്ക് ചെയ്തെടുത്ത് എനിക്ക് എൻ്റെ ടൈം അനുസരിച്ച് എനിക്ക് എത്താൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ ഓർത്ത് അങ്ങനെയാണെങ്കിൽ സ്വന്തമായിട്ടൊരു ചെറിയൊരു തുടങ്ങുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ചെല്ലാം എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇപ്പോൾ കുറച്ച് റെസ്പോൺസിബിലിറ്റി കൂടി, കുറച്ച് റിസ്ക് കൂടി, അങ്ങനെ എനിക്ക് തോന്നുന്നു. കാക്കനാട് ഇൻഫോ പാർക്കിൽ ഡേറ്റ അനലിസ്റ്റ് കോഴ്സിന് പഠിക്കുകയാണ് അമല. ഉച്ചവരെയാണ് ക്ലാസ് കഴിഞ്ഞ് വൈകിട്ട് 4 മണിയോടെ ചേർത്തലയിലെത്തും. പിന്നെ കടയിലെ തിരക്കുകളിലാണ്. ഏലയ്ക്ക മുതൽ ഇഞ്ചി വരെ നീളുന്ന ചായ രുചികൾക്ക് ആരാധകർ ഏറെയാണ്. ദിവസം 100 മുതൽ 130 ചായ വരെ വിൽക്കും. പഠിക്കാനുള്ള ചെലവ് കണ്ടെത്തുന്നതും ഇതിൽ നിന്ന് തന്നെ. ഷോപ്പിൻ്റെ ടൈം വരുന്നത് 4 മണി തൊട്ട് 10 മണി വരെയാണ്. എനിക്ക് ക്ലാസ് ഉച്ചവരെ ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് വരും, എന്നിട്ട് സ്റ്റാർട്ട് ചെയ്യും. ചായയും സ്നാക്സും മാത്രമേ ഉള്ളൂ. കുഴപ്പമില്ലാതെ പോകുന്നു. എല്ലാവരും സപ്പോർട്ടാണ്. പിന്നെ പേരൻസ് ആണെങ്കിലും, പിന്നെ അതുപോലെ തന്നെ എൻ്റെ കൂടെ ഒരാൾ ഉണ്ട്, ഞങ്ങൾ 2 പേരാണ്. അപ്പോൾ ആളാണെങ്കിലും നല്ല സപ്പോർട്ടാണ്. വൈകിട്ട് 5 മുതൽ രാത്രി 10 മണി വരെയാണ് കടയുടെ പ്രവർത്തന സമയം. തിരക്ക് കൂടുമ്പോൾ സഹായിക്കാൻ സുഹൃത്തുക്കളോ അച്ഛനോ എത്തും. ദേശീയപാതയുടെ നിർമ്മാണം പുരോഗമിക്കുന്ന മുറയ്ക്ക് അമലയുടെ കടയും മാറ്റേണ്ടി വരും. അതിനു മുമ്പ് പുതിയ സ്ഥലം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് അമല. ക്യാമറമാൻ സുമേഷ് പുന്നമടയ്ക്കൊപ്പം നിഷാ ദിലീപ്, ജനം.